ഏതമോൻ നഴ്സറിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയ ഐഷുമ്മയുടെ വെപ്രാളായിരുന്നു. ഐഷുമ്മ എന്ത് അവന് വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളത്. ബാഗൊക്കെ വാങ്ങാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചന് ഓൾറെഡി ബാഗ്, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് കളർ പെൻസിൽ വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ്. അവൾക്ക് ഒഴിവുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ മാത്രമാണ്. അപ്പോൾ സൺഡേ കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കളർ പെൻസിൽ, അതേപോലെ നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പൗച്ച്, റബ്ബർ, പെൻസിൽ, കട്ടർ എല്ലാവരും വാങ്ങുമല്ലോ. ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ കളർ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ കളർ പെൻസിൽ കുറച്ച് വാങ്ങി. പിന്നെ ഈ കളർ പെൻസിലും കൊണ്ട് റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ചാച്ചൻ പറഞ്ഞത് ചുമരുമ്പോൾ എങ്ങാനും വരച്ച് കുത്തി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4000 dirhams എന്തോ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ നമുക്ക് റിട്ടേൺ തിരിച്ച് തരുന്നതാണ്. എന്തെങ്കിലും കലാവിരുതുകൾ ഈ ചുമരുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓരോ 1000 dirhams അതിൽ പിടിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ വാങ്ങി കളർ പെൻസിൽ അങ്ങനെ തന്നെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പുറത്തേക്ക് എടുത്തിട്ടേ ഇല്ല. കാരണം ഇവരുടെ കയ്യിൽ കിട്ടി എവിടെയൊക്കെ കുത്തി വരയ്ക്കുന്ന തമ്പുരാനും മാത്രമേ അറിയുള്ളൂ. പിന്നെ എവിടെ പോയാലും JCB, ട്രാക്ടർ അതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവൾ അതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. റൂമിൽ വന്ന് നേരെ ഇതായിരുന്നു കളി. പിന്നെ പിറ്റേ ദിവസം ഏതമോന് നഴ്സറിയിൽ ബർഗർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബർഗർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ പാരൻസ് കൊടുത്ത് അയക്കണം. അങ്ങനെ ബർഗറിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ബോക്സിലാക്കിയിട്ട് കൊടുത്തു വിടാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ഓരോന്നും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അതായത് പിള്ളേർക്ക് ഓരോ ആക്ടിവിറ്റീസ് ആയിരിക്കും ഓരോ ദിവസം. അപ്പോൾ തലേ ദിവസം അവരുടെ ഡയറിയിൽ അല്ലെങ്കിൽ പാരൻസിന് മെസ്സേജ് അയക്കും ഇന്ന സാധനങ്ങൾ നെക്സ്റ്റ് ഡേ കൊണ്ടുവരണം എന്ന്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കൊടുത്തയക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ് കേട്ടോ. ഇവർ തലേ ദിവസം നമുക്ക് മെസ്സേജ് അയച്ച് ബർഗറിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത്രയാണ്, ഇത് മൺഡേ വരുമ്പോൾ കൊണ്ടുവരണം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊക്കെ നമ്മൾ ബാഗിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ കളർ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊന്നും കൊണ്ടുപോകണ്ട, കളറിങ് പെൻസിൽ, ബുക്കൊക്കെ അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ എക്സ്ട്രാ 2 ഡ്രസ്സും വെക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഏതമോനുണ്ടാക്കിയ ബർഗറാണ് ഇത്. ചെക്കൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ആ ബണ്ണ് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് അങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാ. എനിക്ക് ഉറപ്പായിരുന്നു അവൻ കഴിക്കില്ല എന്നുള്ളത്, കാരണം അവന് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വലിയ വർത്താനൊക്കെ ആയിരുന്നു. ബർഗർ ഉണ്ടാക്കി, ഞാൻ അങ്ങനെ കഴിച്ചു ഇങ്ങനെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഡോണുവിനോട് കുറേ പറയുന്നുണ്ടായിരുന്നേ. കുറേ പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതമോൻ്റെ സ്കൂൾ വിശേഷങ്ങൾ പിന്നെ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. ഈ തിങ്കളാഴ്ച സ്കൂളിൽ വിട്ടിട്ട് പിന്നെ 2 ദിവസം വിട്ടിട്ടുണ്ടായിരുന്നില്ല, ചൊവ്വയും ബുധനും, കാരണം ചെറിയൊരു മൂക്കടപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്നിപ്പോൾ വിട്ടിട്ടുണ്ട്, വ്യാഴാഴ്ച വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിങ്ങനെ വഴിയെ ഓരോ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.